1.5 ദശലക്ഷം വരുന്ന ഇന്ത്യൻ സൈന്യത്തിന് പറ്റിയില്ല. പിന്നെയാണോ തീവ്രവാദികൾക്കെന്ന് വെല്ലുവിളിച്ച പാകിസ്ഥാൻ. കാശ്മീർ പാകിസ്ഥാന്റെ പ്രധാന സിരകളിലൊന്നാണെന്ന പാകിസ്ഥാൻ ആർമി ചീഫ് ജനറൽ ആസിം മുനീറിന്റെ പ്രസ്താവന ചർച്ചയാകുന്നു. പാകിസ്ഥാൻ ഇക്കാര്യം ഒരിക്കലും മറക്കില്ലെന്നുമാണ് ആസിം പറയുന്നത്. 1947 വിഭജനത്തിന് അടിസ്ഥാനമായ ദ്വിരാഷ്ട്ര സിദ്ധാന്തത്തെയും അദ്ദേഹം ന്യായീകരിച്ചു. പ്രവാസികളായ പാകിസ്ഥാനികളുടെ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. രാജ്യത്തിന്റെ അംബാസിഡർമാരാണ് നിങ്ങൾ. വളരെ ഉയർന്ന ആശയത്തിന്റെയും സംസ്കാരത്തിന്റെയും ഭാഗമാണെന്ന് നിങ്ങളെന്ന് മറക്കരുത്. നിങ്ങളുടെ മക്കളോട് പാകിസ്ഥാന്റെ കഥ പറയണം. നമ്മൾ ഹിന്ദുക്കളിൽ നിന്ന് വ്യത്യസ്തരാണെന്ന് പൂർവികർ കരുതി. നമ്മുടെ സംസ്കാരം, പാരമ്പര്യം, ചിന്തകൾ തുടങ്ങിയവ വ്യത്യസ്തമാണെന്നും അതാണ് ദ്വിരാഷ്ട്ര സിദ്ധാന്തത്തിന്റെ അടിസ്ഥാനമെന്നും ആസിം മുനീർ വ്യക്തമാക്കി. ഇന്ത്യയും പാകിസ്ഥാനും 2 രാജ്യങ്ങളാണ്, ഒന്നല്ല. അതുകൊണ്ടാണ് ഈ രാജ്യം നിർമ്മിക്കാൻ നമ്മുടെ പൂർവികർ കഷ്ടപ്പെട്ടത്. അതെങ്ങനെ സംരക്ഷിക്കണമെന്ന് നമുക്കറിയാം. പാകിസ്ഥാന്റെ ഈ കഥ നിങ്ങൾ മറക്കരുത്. തീവ്രവാദ പ്രവർത്തനങ്ങൾ മൂലം പാകിസ്ഥാന് നിക്ഷേപങ്ങൾ ലഭിക്കില്ലെന്നാണ് പലരും കരുതുന്നത്. രാജ്യത്തിന്റെ വിധി മാറ്റിമറിക്കാൻ തീവ്രവാദികൾക്ക് കഴിയുമെന്നാണോ നിങ്ങൾ കരുതുന്നതെന്നും അദ്ദേഹം ചോദിച്ചു. 1.3 ദശലക്ഷം വരുന്ന ഇന്ത്യൻ സൈന്യത്തിന് അവർക്കുള്ള എല്ലാ സന്നാഹങ്ങളോടും കൂടി നമ്മളെ ഭീഷണിപ്പെടുത്താൻ കഴിയുന്നില്ലെങ്കിൽ ഈ തീവ്രവാദികൾക്ക് പാകിസ്ഥാന്റെ സായുധ സേനയെ കീഴ്പ്പെടുത്താൻ കഴിയുമെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ എന്ന ചോദ്യം ആസിം ഉന്നയിച്ചു. ഈ തീവ്രവാദികളെ നമ്മൾ പരാജയപ്പെടുത്തും. പാകിസ്ഥാൻ വീഴില്ല. കശ്മീരിന്റെ കാര്യത്തിൽ നമ്മുടെ നിലപാട് വ്യക്തമാണെന്നും അത് നമ്മുടെ ജുഗുലാർ സിരയാണ്. അത് അങ്ങനെ തന്നെയായിരിക്കും. കശ്മീരി സഹോദരങ്ങളെ അവരുടെ പ്രതിസന്ധിയിൽ നമ്മൾ ഉപേക്ഷിക്കില്ല എന്നും സൈനിക മേധാവി തുറന്നടിച്ചു. അതേസമയം ജമ്മു കാശ്മീരിന് വേണ്ടി അലമുറയിട്ട് കരയുന്ന പാകിസ്ഥാനെ ഐക്യരാഷ്ട്രസഭയിലെ ഇന്ത്യൻ സ്ഥിരം പ്രതിനിധി പർവതനേനി ഹരീഷ് കണക്കറ്റ് വിമർശിച്ചിരുന്നു. ഐക്യരാഷ്ട്രസഭയിൽ ഇസ്ലാമോഫോബിയയെ ചെറുക്കുന്നതിനായി നടന്ന യോഗത്തിൽ ജമ്മു കാശ്മീർ വിഷയം ഉന്നയിച്ചതിനാണ് ഇന്ത്യ പാകിസ്ഥാനെ വിമർശിച്ചത്. ഇന്ത്യൻ കേന്ദ്രഭരണ പ്രദേശമായ ജമ്മു കാശ്മീർ സംബന്ധിച്ച പാകിസ്ഥാൻ മുൻ വിദേശകാര്യ സെക്രട്ടറി അനുചിതമായ പരാമർശങ്ങൾ നടത്തുന്നത് പതിവാണ്. ആവർത്തിച്ചു നൽകുന്ന പരാമർശങ്ങൾ അവരുടെ അവകാശവാദത്തെ സ്ഥിരീകരിക്കുകയോ അതിർത്തി കടന്നുള്ള ഭീകരതയെ പിന്തുണയ്ക്കുകയോ ചെയ്യില്ല. പാകിസ്ഥാന്റെ തീവ്രവാദ മനോഭാവം എല്ലാവർക്കും അറിയാം. ഈ യാഥാർത്ഥ്യം മാറില്ല. ജമ്മു കാശ്മീർ ഇന്ത്യയുടെ അവിഭാജ്യ ഘടകമാണ്. അത് അങ്ങനെ തന്നെ തുടരുമെന്നും പർവതനേനി ഹരീഷ് പാകിസ്ഥാനോടായി പറഞ്ഞു. ഇതിനു പുറമെ തീവ്രവാദ മനോഭാവങ്ങൾക്കും ഇസ്ലാമോഫോബിയയ്ക്കുമെതിരെ നമ്മൾ പ്രവർത്തിക്കേണ്ടതുണ്ടെന്ന് ഓർമ്മിപ്പിക്കേണ്ടതുണ്ട്. ആരാധനാലയങ്ങളെയും മതസമൂഹങ്ങളെയും ലക്ഷ്യം വെച്ചിട്ടുള്ള ആക്രമണങ്ങളിൽ അടുത്തിടെ ഭയാനകമായ വർധനവ് നാം കണ്ടിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞിരുന്നു. ഇതിനു പുറമെ തീവ്രവാദ മനോഭാവങ്ങൾക്കും ഇസ്ലാമോഫോബിയയ്ക്കുമെതിരെ നമ്മൾ പ്രവർത്തിക്കേണ്ടതുണ്ടെന്ന് ഓർമ്മിക്കണം. ഇത് തങ്ങൾക്ക് ആശങ്കാജനകമായ ഒരു കാര്യം മാത്രമല്ല. എല്ലാവരും അതിനെ എതിർക്കാൻ ഒരുമിച്ച് പ്രവർത്തിക്കുന്നുവെന്ന് ഉറപ്പാക്കണം. തീവ്രവാദത്തെ പ്രോത്സാഹിപ്പിക്കില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഇതിനു മറുപടിയായാണിപ്പോൾ പാക് സൈനിക മേധാവിയുടെ വിശദീകരണം. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.